പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന്വേഷയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, 2-3 ദിവസത്തിനകം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണല്ലോ. തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ദിവ്യാനന്ദ ഗ്രൂപ്പിലെ എല്ലാ മക്കൾക്കും ആശംസിക്കുകയാണ്. ഈ 2024 അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ ജർമ്മനിയിലെ കൊളോൺ രൂപതാധ്യക്ഷനായിരുന്ന കർദിനാൾ ജോവാക്വിൻ പറഞ്ഞ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. 2ാം ലോകമഹായുദ്ധം എനിക്കെന്ന് പറയുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന പിന്നീട് കർദിനാളായി തീർന്ന ജോവാക്വിൻ, ജർമ്മനിയിലെ കൊളോൺ രൂപതാധ്യക്ഷനായിരുന്ന ജോവാക്വിൻ പറയുന്നതാണ്, 2ാം ലോകമഹായുദ്ധം എനിക്ക് നഷ്ടപ്പെടുത്തിയത് കണ്ടും സ്നേഹിച്ചും കൊതി തീർന്നിട്ടില്ലാത്ത എൻ്റെ അപ്പനെയായിരുന്നു. വീടും സ്വത്തും അപ്പനുമെല്ലാം നഷ്ടപ്പെട്ട ഞങ്ങൾ 4 മക്കളും എൻ്റെ അമ്മയും തെരുവിലിറങ്ങി. ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കരുതി ഞങ്ങൾ കാത്തു. എന്നാൽ ആരും വന്നില്ല. ഇടയ്ക്ക് അമ്മ എന്തോ ഒക്കെ പതുക്കെ പറയുന്നത് കേട്ടു. മാതാവേ, ഈ നിൽക്കുന്നത് നിൻ്റെ മക്കളാണ്. നീയാണ് ഇവരുടെ അമ്മ. നീ ഇവരെ നോക്കണം. അത് കഴിഞ്ഞ് എന്നും ചെല്ലാറുള്ള പ്രാർത്ഥന ഞങ്ങളുടെ അമ്മ ചൊല്ലിത്തന്ന് ഞങ്ങളത് ആവർത്തിച്ചു. അതിപ്രകാരമായിരുന്നു: അപേക്ഷ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ, നീ ഞങ്ങളുടെ അമ്മയാണെന്ന് തെളിയിക്കണമേ. സങ്കടങ്ങൾ വരുമ്പോൾ നീ ഞങ്ങളുടെ സഹായമായിരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ ആ തെരുവിലൂടെ പതുക്കെ വരുന്നു. അയാൾ ഞങ്ങളെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപരിചിതനായ അയാൾ പറഞ്ഞതോർക്കുന്നു: നിങ്ങളുടെ മുഖം കണ്ടിട്ട് വഴിയിൽ ഒഴിവാക്കിയിട്ട് പോകുവാൻ മനസ്സ് വന്നില്ല. ഇത് മരിച്ചുപോയ 2ാം ലോകമഹായുദ്ധത്തിൽ ജീവിച്ചിരുന്ന ജർമ്മനിയിലെ കൊളോൺ രൂപതാധ്യക്ഷൻ്റെ ജീവിത അനുഭവമാണ്. സ്നേഹമുള്ള മക്കളെ, ഇന്നും യുദ്ധങ്ങളുണ്ട്. ഇന്നും പല രാജ്യങ്ങളിലും വേദനയോടെ ജീവിക്കുന്ന അനേകരുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസികളായ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ഇതുപോലുള്ള ആഴമായൊരു വിശ്വാസം കണ്ടെത്തുവാനാവുമോ? ഈ രൂപതാധ്യക്ഷൻ്റെ അമ്മയുടെ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അപേക്ഷ ഒരിക്കലും ഉപേക്ഷിക്കാത്തതാണ് പരിശുദ്ധ അമ്മയെന്ന് ഈ കൊളോൺ രൂപതാധ്യക്ഷനായ കർദിനാൾ ജോവാക്വിൻ്റെ അമ്മ വിശ്വസിച്ചു. ഇതുപോലെ ഇത് കേൾക്കുന്ന നമുക്കെല്ലാവർക്കും വിശ്വസിക്കാനാവണം. നമുക്ക് സഹായിക്കുന്നൊരു അമ്മയുണ്ട്. അത് ഈശോ കാൽവരി കുരിശ് നമുക്ക് തന്ന പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയ്ക്ക് പാപമില്ല എന്നുള്ളതാണ് ആ അമ്മയിലേക്ക് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്ന കാര്യം. ആ അമ്മ അമലോത്ഭവയാണ്. ആ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും അങ്ങനെ പരിശുദ്ധിയുള്ളവരായി നമ്മളൊരു അമലോത്ഭവമായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത അവസ്ഥ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അവസ്ഥ, ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥ, സഹോദരങ്ങളെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമുക്കാവശ്യം. അതാണ് ഇന്നത്തെ ലോകത്തിനും ആവശ്യം. അങ്ങനെ വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം സ്വന്തമാക്കുവാൻ ഈ പരിശുദ്ധ അമ്മയുടെ ഈ വർഷത്തെ അമലോത്ഭവ തിരുനാൾ സഹായമായി തീരട്ടെ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അമ്മയുടെയും അങ്ങയുടെയും മക്കളാണ്. അങ്ങ് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയിൽ ആശ്രയം വെച്ചാൽ ഞങ്ങൾക്കൊരിക്കലും സ്വർഗം നഷ്ടമാവില്ല, ഞങ്ങളുടെ പരിശുദ്ധി നഷ്ടമാവില്ല. കാരണം അമ്മ പാപികളുടെ സങ്കേതമാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സുവിശേഷ പ്രഘോഷണം ലോകത്തിൻ്റെ എവിടെയെല്ലാം എത്തുമോ അവരെയെല്ലാം ദിവ്യകാരുണ്യനാഥ അങ്ങ് കൈനീട്ടി ആശീർവദിക്കണമേ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.